ബി.ജെ.പിയിലെത്തിയ പത്മജ വെറുതെ ഇരിക്കുന്നില്ല. കിട്ടിയ അവസരം മുതലാക്കി കോൺഗ്രസിനെ വിമർശിക്കുകയാണവർ. ഇന്നലെ വരെ കോൺഗ്രസിനെ മാത്രം പൂജിച്ചു നടന്നവർ ഇന്ന് ബി.ജെ.പിയെ പൂജിക്കുന്നു. ഇത്തരം മണ്ടത്തരങ്ങൾ കണ്ട് ചിരിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് പത്മജ വേണുഗോപാൽ എത്തിയിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിൽ വരും. ഈ തെരഞ്ഞെടുപ്പോടെ എ.ഐ.സി.സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും. സഹോദരൻ കെ മുരളീധരനു വേണ്ടി പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി.ജെ.പിയിലേക്ക് എത്തിയതെന്നാണ് പത്മജ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. കെ കരുണാകരനും എ കെ ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് താൻ അനിലിന്റെ പ്രചരണത്തിന് വന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തന്നെ അധികാരത്തിൽ വരും. കരുണാകരന്റെ മകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് താൻ ഇത് പറയുന്നത്. കെ കരുണാകരന്റെ മകളെ വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. കെ മുരളീധരനും അതൊരിക്കൽ മനസ്സിലാകും. കാര്യങ്ങൾ വൈകി മനസ്സിലാക്കുന്നയാളാണ് മുരളീധരൻ. ബി.ജെ.പി സ്ത്രീകൾക്ക് അംഗീകാരം നൽകുന്ന പാർട്ടിയാണ്. 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾ കോൺഗ്രസിൽ കുറവാണ്. സദസ്സിൽ നിറയെ വനിതകളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. മോദിയാണ് ബി.ജെ.പിയിലേക്ക് ചേരാൻ തന്നെ ആകർഷിച്ചത്. കോൺഗ്രസിന് നല്ല നേതൃത്വമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പിന്നാലെ വരാൻ ഇനിയും ഒരുപാട് പേരുണ്ട്. അവരെല്ലാം സമയം നോക്കി നിൽക്കുകയാണ്. പ്രവർത്തകർ എന്റെ പിന്നാലെ പോരുമെന്ന് ഉറപ്പുണ്ട്. പ്രമുഖമായ ഒരു സമുദായത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ട ഗതികേടിലാണ് പാർട്ടി ഇന്ന്. പണ്ട് കോൺഗ്രസിൽ ആരോഗ്യകരമായ മത്സരമായിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസിൽ ഗ്രൂപ്പും തർക്കവുമൊക്കെയാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി.ജെ.പിയിലേക്ക് വരില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാകില്ലല്ലോ എന്നും പത്മജ പരിഹസിച്ചു. അതേസമയം മുൻപ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനത്തിൽ അനിൽ ആന്റണി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. രാഹുൽ ഗാന്ധി നേതൃത്വത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്നായിരുന്നു അനിൽ ആന്റണിയുടെ വാദം. പത്തനംതിട്ടയിൽ നിന്നുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥി കൂടിയാണ് അനിൽ. ഈ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് തകരുമെന്നും അനിൽ പ്രതികരിച്ചിരുന്നു. താനും പത്മജിയും ചില ഉദാഹരണങ്ങളാണ്. കോൺഗ്രസ് വിട്ടു പോയവരിൽ 1/2 ഡസനോളം മുൻ മുഖ്യമന്ത്രിമാർ, 2 ഡസനോളം വരുന്ന മുൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുണ്ട്. രാഹുൽ ഗാന്ധിയും ചുറ്റുമുള്ള ഉപജാപക സംഘവും ചേർന്ന പാർട്ടിയായി കോൺഗ്രസ് ഇന്ന് മാറിക്കഴിഞ്ഞു. ഇവരാണ് ഇന്ത്യ സഖ്യമുണ്ടാക്കി രാജ്യത്തെ ഏറ്റവും വലിയ നേതാവായ നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു, ദേശീയ തലത്തിൽ മോദിയും ബി.ജെ.പിയും അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന്. കേരളത്തിലും പാർട്ടി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിയായി മാറുമെന്നായിരുന്നു അനിലിന്റെ പ്രതികരണം. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വെല്ലുവിളികളും വിമർശനങ്ങളും ഒക്കെ അവസാനിച്ചോളും.